ഹായ് ചിൽഡ്രൻ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റായ പദം പദം ഉറച്ചു നാം എന്നതിൽ വരുന്ന ദയ എന്ന പാഠഭാഗമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, സിനിമാ സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ MT എന്ന പേരിൽ അറിയപ്പെടുന്ന MT വാസുദേവൻ നായർ മലയാള സാഹിത്യത്തിനും ചലച്ചിത്രത്തിനും നൽകിയ സംഭാവനകൾ വളരെ മികച്ചതാണ്. വളരെ ശ്രദ്ധേയമായ വ്യക്തിമുദ്ര പതിപ്പിച്ച സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ നിരവധിയാണ്. ജ്ഞാനപീഠം, പത്മഭൂഷൺ, വയലാർ അവാർഡ്, മുട്ടത്ത് വർക്കി ഫൗണ്ടേഷൻ അവാർഡ്, മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം, മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച JC ഡാനിയൽ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, അങ്ങനെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ നിരവധിയാണ്. പ്രധാന കൃതികൾ ഇതൊക്കെയാണ്: കാലം, നാലുകെട്ട്, രണ്ടാമൂഴം, ഇരുട്ടിൻ്റെ ആത്മാവ്, ഓളവും തീരവും, സ്വർഗം തുറക്കുന്ന സമയം, നിന്റെ ഓർമ്മയ്ക്ക്, നാലുകെട്ട്, മഞ്ഞ്, ആൾക്കൂട്ടത്തിൽ തനിയെ, നഖക്ഷതങ്ങൾ, അങ്ങനെ നീണ്ടുപോകുന്ന പ്രശസ്തമായ നിരകൾ. ദയ എന്ന പെൺകുട്ടി എന്ന ബാലസാഹിത്യ നോവൽ ബാഗ്ദാദ് പശ്ചാത്തലമാക്കി രചിച്ച ഒരു കഥയാണ്. ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് സുമ്രൂദ് എന്ന ദയ. ആ നോവലിൽ നിന്ന് അദ്ദേഹം തന്നെ രൂപപ്പെടുത്തിയ തിരക്കഥയാണ് ദയ എന്ന സിനിമയ്ക്ക് പ്രമേയമാക്കിയത്. ബുദ്ധിവൈഭവത്തിൽ ആരെയും വെല്ലുന്ന സുമ്രൂദിനെ എല്ലാവരും ദയ എന്ന് വിളിച്ചു. ബാഗ്ദാദിലെ സമ്പന്ന യുവാവായിരുന്ന മൻസൂറിൻ്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു അവൾ. പിതാവിൻ്റെ മരണശേഷം സ്വത്തുക്കളെല്ലാം കളഞ്ഞുകുളിച്ച മൻസൂറിനെ എല്ലാവരും ഉപേക്ഷിക്കുന്നു. അയാളെ രക്ഷിക്കുവാൻ ദയ തീരുമാനിക്കുന്നു. മൻസൂറിന് കച്ചവടം തുടങ്ങാനായി സ്വയം അടിമയാകാൻ ദയ തയ്യാറാകുന്നു. തന്നെ വിൽക്കുവാൻ ദയ മൻസൂറിനോട് നിർദ്ദേശിക്കുന്നു. ചന്തയിലെത്തുന്ന ദയയെയും മൻസൂറിനെയും രാജഭടന്മാർ കാണുകയും രാജസമക്ഷത്തെത്തിക്കുകയും ചെയ്യുന്നു. അവളുടെ അറിവും ബുദ്ധിവൈഭവവും പരീക്ഷിക്കപ്പെടുന്നു. പണ്ഡിതന്മാരുടെ ചോദ്യങ്ങൾക്ക് പതറാതെ ഉത്തരം നൽകിയ ദയ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ബുദ്ധി പരീക്ഷണങ്ങളിൽ വിജയിച്ച് സമ്മാനങ്ങളുമായി മടങ്ങിയ ദയയുടെയും മൻസൂറിൻ്റെയും ജീവിതം പിന്നീട് അത്ഭുതകരമായി വഴിമാറുകയായിരുന്നു. രംഗം ആരംഭിക്കുന്നത് ഒരു കൊട്ടാരം. അതിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് ദയ പുരുഷവേഷത്തിൽ എത്തിച്ചേരുന്നു. കുതിരപ്പുറത്ത് നിന്നിറങ്ങി വെള്ളം നിറച്ച തൊട്ടിക്കടുത്തേക്ക് പോകുമ്പോൾ ദയയെ ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ അവിടെയുള്ളവർ പറയുന്നത് ദയ ശ്രദ്ധിച്ചു. ഇനിയും പറ്റിയ ഒരാൾ വന്നില്ലല്ലോ എന്ന് ഒന്നാമൻ പറഞ്ഞപ്പോൾ ദൂരസ്ഥലങ്ങളിലെല്ലാം ചെണ്ടകൊട്ടി അറിയിക്കേണ്ടതായിരുന്നു എന്നാണ് രണ്ടാമൻ്റെ മറുപടി. എന്നാൽ പാണ്ഡിത്യമുള്ളവർക്ക് ആയുധവിദ്യ ഉണ്ടാവില്ല, അഭ്യാസികൾക്കാകട്ടെ അറിവ് കുറവും. ഇത് രണ്ടും ചേർന്നവരെ കിട്ടാൻ പ്രയാസമാണ് എന്നാണ് മൂന്നാമൻ പറഞ്ഞത്. ഇതെല്ലാം കേട്ടുനിന്ന ദയ എന്തു മത്സരമാണ് ഇവിടെ നടക്കുന്നതെന്ന് അന്വേഷിച്ചു. മന്ത്രി മരിച്ചാൽ മന്ത്രികുമാരനെ വാഴിക്കുന്ന പതിവ് നിർത്തി. പകരം അറിവും അഭ്യാസബലവും ഉള്ളവരെ നിയമിക്കണം. അതിനാണ് ഈ മത്സരമെന്ന് അവിടെ കൂടിയവർ ദയയോട് പറഞ്ഞു. ദയയ്ക്ക് മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം തോന്നി. അടുത്ത രംഗം രാജാവിൻ്റെ സഭാമണ്ഡപം. രാജാവും രാജാവിൻ്റെ 4-5 അനുചരന്മാരും കൂടെയുണ്ട്. മത്സര നിയമം കുറച്ച് കഠിനമാണെന്ന് അതിലൊരാൾ സൂചിപ്പിച്ചപ്പോൾ രാജാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ശുപാർശയും ഇല്ലാതെ ഏറ്റവും മികച്ചയാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് മത്സരം കഠിനമാക്കുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവരുടെ സംഭാഷണം തുടരുന്നതിനിടയ്ക്കാണ് ഒരു യുവാവിൻ്റെ വേഷത്തിൽ ദയ അവിടേക്ക് കടന്നു വരുന്നത്.
തേജസ്വിയായ ആ യുവാവ് മത്സരിക്കാനുള്ള ഒരു ദൃഢനിശ്ചയവുമായിട്ടാണ് കടന്നു വരുന്നത്. രാജാവ് ലക്ഷണശാസ്ത്രമനുസരിച്ച് ആ യുവാവിനെ വിലയിരുത്തി. സ്ഥൈര്യവും പക്വതയും പ്രായത്തെ വെല്ലുന്നതാണെന്ന് രാജാവ് പറഞ്ഞു. ദയ രാജാവിനടുത്തെത്തി വണങ്ങി. താനൊരു മത്സരാർത്ഥിയാണെന്ന് പറഞ്ഞപ്പോൾ മത്സരത്തിൻ്റെ കാഠിന്യം രാജാവ് സൂചിപ്പിച്ചു. ദയ പിന്മാറിയില്ല, തുടരാൻ തയ്യാറാണെന്ന് അറിയിച്ചു. രാജാവ് സേനാപതിയെ വിളിക്കുന്നു. രംഗം രാജാവിൻ്റെ സഭാമണ്ഡപ പരിസരം. അവിടെ നടക്കാൻ പോകുന്നത് ഒരു അമ്പെയ്ത്തു മത്സരമാണ്. ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വില്ലാളി വീരന്മാരുടെ ലക്ഷ്യമായി ഒരു പലക വെച്ചിട്ടുണ്ട്. വൃത്തങ്ങൾക്കുള്ളിൽ വൃത്തങ്ങൾ, വർണ്ണങ്ങൾ അങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അമ്പെയ്ത്തിനുള്ള മത്സരവേദി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കാഹളം മുഴങ്ങിയപ്പോൾ സേനാപതി ദയയ്ക്ക് വില്ലും ആവനാഴിയും നൽകുന്നു. മുകളിലും ചുറ്റും ഒക്കെയായി കാഴ്ചക്കാർ നിരവധി പേർ. കൂട്ടത്തിൽ രാജാവും രാജ്ഞിയും അവരുടെ മകളും ഉണ്ട്. അങ്ങനെ അംഗരക്ഷകരും ഉപദേശകരും എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ ഉപവിഷ്ടരായി. സേനാപതിയുടെ നിർദ്ദേശമനുസരിച്ച് ദയ മത്സരിക്കാൻ തയ്യാറാകുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ രാജാവ് രാജ്ഞിയോടും മകളോടുമായി പറഞ്ഞത് ഇങ്ങനെയാണ്: സവാരി കഴിയുമ്പോൾ പിൻവാങ്ങാനാണ് സാധ്യത. അമ്പെയ്ത്തു മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ദയ ലക്ഷ്യത്തിലേക്ക് അമ്പെയ്യുന്നു. ഒന്നിനു പിറകെ 5 അമ്പുകൾ ലക്ഷ്യത്തിലേക്ക്. ഇത് കണ്ട രാജാവ് മിടുക്കൻ എന്നു പറഞ്ഞ് ദയയെ അഭിനന്ദിച്ചു. രാജകുമാരിയുടെ കണ്ണുകളിലെ തിളക്കം ആ മിടുക്കനോടുള്ള താല്പര്യമാണ് തെളിയിക്കുന്നത്. അടുത്ത മത്സരം വാൾപ്പയറ്റാണ്. ദയ മത്സരത്തിന് തയ്യാറായി. രാജകുടുംബത്തെയും കാഴ്ചക്കാരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പ്രകടനത്തിനൊടുവിൽ ദയ വിജയിച്ച് രാജാവിനെ വണങ്ങി. വീണ്ടും അടുത്ത മത്സരം തയ്യാറായിരിക്കുന്നു. അടുത്തതായി മെരുങ്ങാത്ത ഒരു കുതിരയുടെ പുറത്ത് കയറി ഒരു വട്ടം സവാരി ചെയ്യണമെന്നതാണ് വ്യവസ്ഥ. ഇതിനകം 4 പേർ അതിൽ പങ്കെടുക്കുകയും അവർക്ക് ശാരീരികമായ അവശതകൾ, അവരുടെ കുതിരപ്പുറത്തുനിന്ന് വീണിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് അവർ പിൻവാങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്ന് സേനാപതി ദയോട് പറഞ്ഞു. കാരണം സൂക്ഷിച്ചു വേണം, എനിക്ക് നിന്നെപ്പോലെ ഒരു മകനുണ്ട്, അതുകൊണ്ട് പറയുകയാണെന്നൊക്കെ ദയോട് പറഞ്ഞു. ദയ കുതിരയ്ക്കടുത്ത് എത്തിയപ്പോൾ ആക്രമിക്കാൻ ഒരുങ്ങി കുതിര. കഷ്ടകാലത്തിന് ഇവിടെ വന്നു പെട്ടതാണ്, നീ എന്നെ സഹായിക്കാതെ പറ്റില്ല, ഞാനൊരു പാവമാണ്. ഇങ്ങനെ ദയയുടെ ആ മനുഷ്യ ശബ്ദത്തിലുള്ള സമാശ്വാസ വാക്കുകൾ കേട്ടപ്പോൾ കുതിര ഏറെക്കുറെ ശാന്തത പ്രകടിപ്പിച്ചു. ഇങ്ങനെ ദയ കുതിരപ്പുറത്ത് കയറി. കുതിര അവളെ വീഴ്ത്താൻ ശ്രമിച്ചെങ്കിലും അവൾ പിടിച്ചു നിന്നു. രാജാവ് ഉൾപ്പെടുന്ന കാണികൾ ഉത്കണ്ഠയോടെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ആ വിരളെ പിടിച്ച കുതിരയോട്, അരുത്, നീ തോൽക്കുന്നില്ല, എന്നോട് ദയ കാണിക്കുന്നു എന്ന് മാത്രം എന്ന വാക്കുകൾ കേട്ടിട്ടെന്ന പോലെ കുതിര ശല്യമുണ്ടാക്കാതെ ഓടി. അങ്ങനെ മത്സരം പൂർത്തിയാക്കി. രാജാവിൻ്റെ നേർക്ക് അഭിവാദ്യം ചെയ്ത ദയ ഈ ഉപകാരം ഞാൻ മറക്കില്ല എന്ന് കുതിരയോടും പറഞ്ഞു. രംഗം രാജാവിൻ്റെ രംഗസഭാ മണ്ഡപ പരിസരം. അടുത്തതായി ചതുരംഗ പരീക്ഷണമാണ്. ആ പരീക്ഷയിൽ ജയിച്ചാൽ മാത്രമേ ദയയ്ക്ക് മുന്നോട്ട്, അല്ലെങ്കിൽ എല്ലാ മത്സരങ്ങളും തീർന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അടുത്തതായി ചതുരംഗ പരീക്ഷണമാണ്. ആ ചതുരംഗത്തിൽ അതിവിദഗ്ധനാണ് രാജാവ്. അതിൽ ജയിക്കുന്നവനാണ് രാജതന്ത്രജ്ഞനാവാൻ കഴിയുകയുള്ളൂ എന്നാണ് രാജാവിൻ്റെ അഭിപ്രായം. ചതുരംഗത്തിൽ കേമനാണ് രാജാവ്. അതുകൊണ്ട് അതിവിദഗ്ധതയുള്ളവർക്ക് മാത്രമേ ചതുരംഗത്തിൽ ജയിക്കാൻ പറ്റൂ എന്നുള്ളൊരു കാര്യം രാജാവ് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ദയയും രാജാവും വളരെ കരുതലോടെ കരുക്കൾ നീക്കി ചതുരംഗ മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദയ കരുക്കൾ നീക്കി 31 ഇതുവരെ 17 നീക്കത്തിലേറെ രാജാവിനോട് ആരും പിടിച്ചു നിന്നിട്ടില്ല എന്ന രാജസേവകൻ്റെ വാക്കുകൾ ദയ കേട്ടു. അതുമാത്രമല്ല, രാജാവിൻ്റെ അസ്വസ്ഥ ഭാവങ്ങളും അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ എന്തു പറഞ്ഞു? താൻ ഉദ്ദേശിച്ച കരുനീക്കം ഇതല്ല, മറ്റൊന്നാണ് എന്ന് പറഞ്ഞ് വേറൊരു കരുനീക്കി. മത്സരം അവിടെ സമാസമത്തിൽ അവസാനിച്ചു. രണ്ടുപേരും തോറ്റിട്ടുമില്ല, ജയിച്ചിട്ടുമില്ല. രണ്ടുപേരും തുല്യതയിൽ നിൽക്കുകയാണ്.
രാജാവിൻ്റെ മുഖത്ത് ആശ്വാസഭാവം, ദയയുടെ മുഖത്താണെങ്കിൽ വിനീതഭാവവും. അങ്ങനെ മത്സരങ്ങളെല്ലാം കഴിഞ്ഞു. രാജാവ് പറഞ്ഞു, പാർമെനിദീസ് പറഞ്ഞതുപോലെ മാറ്റങ്ങൾ ആവശ്യമാണെന്ന് പറഞ്ഞു. ഇത് കേട്ട് ദയ തലയാട്ടി. പാർമെനിദീസ് ആരാണെന്നറിയാതെയാണോ ദയ തലയാട്ടുന്നത് എന്നത് രാജാവിനെ കോപിപ്പിച്ചു, ദേഷ്യപ്പെടുത്തി. പക്ഷേ പാർമെനിദീസ് ഗ്രീക്ക് ചിന്തകനാണെന്ന ദയയുടെ ഉത്തരം രാജാവിനെ ശാന്തനാക്കി. രാജാവ് അവളുടെ പേര് ചോദിച്ചു. ആദ്യം അവൾ ദയ എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് തിരുത്തി സമീർ എന്ന് ഉത്തരം പറഞ്ഞു. തന്നെ തോൽപ്പിക്കാൻ അവസരമുണ്ടായിട്ടും കളി മാറ്റിയത് എന്തിനായിരുന്നു എന്ന് രാജാവിൻ്റെ ചോദ്യത്തിന് ദയയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. ഒരു യുദ്ധത്തിലെ തോൽവി അങ്ങ് മറക്കും, എന്നാൽ കളിയിലെ തോൽവി കയ്പായി മനസ്സിൽ നിൽക്കും എന്ന് തനിക്ക് ബോധ്യമായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് അവൾ പറഞ്ഞു. ഇത് കേട്ട രാജാവിൻ മന്ദഹസിച്ചു. ദയയുടെ ബുദ്ധികൂർമ്മതയും തന്ത്രപരമായ ഇടപെടലുകളും രാജാവിൽ സന്തോഷവും അത്ഭുതവും ഉളവാക്കി. അതിനുള്ള സമ്മാനം ഇങ്ങനെയായിരുന്നു. എന്താണ്? ഈ യുവാവിനെ ഞാൻ ഇതാ രാജ്യത്തെ മന്ത്രിയായി അവരോധിച്ചിരിക്കുന്നു എന്ന വിളംബരമായിരുന്നു ആ സമ്മാനം. എവിടെയും വിജയകാഹളധ്വനികൾ മുഴങ്ങി. രാജകുമാരിയുടെ മുഖത്ത് ആഹ്ലാദവും ദയയുടെ മുഖത്ത് ആശ്വാസവും പ്രകടമായിരുന്നു. അങ്ങനെ ആസ്വാദകരിൽ ആകാംക്ഷയുടെ പരകോടിയിലെത്തിച്ചിട്ട് ഈ പാഠഭാഗം അവസാനിക്കുന്നത്.